നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്ത് പറ്റി മോളെ? നമ്മുടെ മുറിയില് അലമാര വെച്ചിരുന്ന വസ്തുവിന്റെ പ്രമാണം ആരോ തട്ടിയെടുത്തു. തട്ടിയെടുത്തോ? അത് ആരോ മോഷ്ടിച്ചതാ. ഈ വീട്ടിലുള്ള ആരോ എന്നെ ചതിച്ചു. ഈ വീട്ടിൽ ആരാ ചന്ദ്രു എന്നെ ചതിക്കുന്നത്? മാധവൻ അപകടകരമായ ഒരു അവസ്ഥയിൽ റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ വന്നത്. പരിസരബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് റോഡിൽ കുഴഞ്ഞു വീണു. ട്രാഫിക് ബ്ലോക്കായി, ആകെ ബഹളമായി. ഞാനും സോമനങ്ങളും കൂടെ ഒരു വിധത്തിൽ അച്ഛനെ രക്ഷപ്പെടുത്തിയത്. എന്റെ മോനെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? പ്രമാണം തട്ടിയെടുത്തോ? ആരോ നിന്നെ ചതിച്ചെന്നോ? നീ എന്തൊക്കെയാ പറയുന്നേ? എന്റെ പ്രമാണം ആരാ തട്ടിയെടുത്തേ? എന്റെ പ്രമാണം ആരാ തട്ടിയെടുത്തേ? എന്താന്നോ? അമ്മേ, അന്ന് എന്റെ കൂട്ടുകാരൻ എന്നെ പറ്റിച്ചു. ഇന്നിപ്പോ ആരാ അമ്മ എന്നെ ചതിച്ച്? എന്റെ കുഞ്ഞെ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അങ്ങനെയൊന്നും പറയാതെ. ഇല്ല, എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. എന്റെ ബുദ്ധിക്കും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. ആരോ എന്നെ ചതിച്ചു. അതാരാണെന്ന് എനിക്കറിയണം. മാധവനെ ചതിച്ചത് ആരാണെന്ന് എനിക്കറിയണം. നീയാണോ എന്നെ ചതിച്ചത്? പറയണോ? അല്ല. ഒപ്പം നീ പറടാ, നീയാണ് എന്നെ ചതിച്ചേ? എടാ പറയാൻ. ചന്ദ്രു, നമ്മുടെ മക്കൾക്ക് നമ്മളെ ചതിക്കാൻ പറ്റില്ല. ഇല്ല മാധവേട്ട, എന്നെ എന്റെ മക്കള് ചതിക്കില്ല. ഇല്ല മാധവേട്ട. കാരണം ഇത്രയും കാലം ഞാൻ ജീവിച്ചതും കഷ്ടപ്പെട്ടതും അവർക്ക് വേണ്ടിയാ. രാപ്പകൽ കഷ്ടപ്പെട്ടതും അവർക്ക് വേണ്ടിയാ. ജനിച്ചു വീണ അന്ന് മുതൽ അവരുടെ കയ്യും കാലും വളരുന്നത് നോക്കി നിന്നുവനാ ഞാൻ.
ഞാൻ കഴിച്ചില്ലെങ്കിലും അവരെ ഓട്ടിയിരുന്നു. ഞാൻ പുതുവസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിലും അവരെ ധരിപ്പിച്ചിട്ടേ ഉള്ളൂ. അവരുടെ നന്മ മാത്രം, അവരുടെ നന്മ മാത്രം, അവരുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ചന്ദ്രു, അങ്ങനെയുള്ള എന്റെ മക്കളെ അവരെന്നെ ചതിക്കൂ, അവരെന്നെ ചതിക്കുമോ? അവരെന്നെ ചതിക്കില്ല. ഇല്ലമ്മേ, അവര് ചതിക്കില്ല. അതെ, അത് ഇവിടെ തന്നെ കാണും. അത് ഇവിടെ തന്നെ കാണും. വാ. പ്രമാണം നഷ്ടപ്പെട്ട കാര്യം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ നീയാണത് ചെയ്തതെന്ന് ആ പാവ അച്ഛൻ അറിയില്ല. കുടുംബത്തിലെ എല്ലാവരെയും അച്ഛൻ സംശയിക്കുന്നു. കുടുംബനാഥൻ തന്നെ കുടുംബാംഗങ്ങളെല്ലാം മോഷ്ടാക്കളെന്ന് സംശയിച്ച അതെങ്ങനെ ശരിയാവും? ഈ വീട്ടിൽ ആർക്കെങ്കിലും സ്വസ്ഥത ഉണ്ടാവുമോ? പരസ്പരം സംശയിച്ചും കുറ്റപ്പെടുത്തിയും പഴിചാരിയുള്ളൊരു ജീവിതം അതാ ഇവിടെ ഉണ്ടാവാൻ പോകുന്നേ. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ മനോജിന് മാത്രമേ കഴിയൂ. അച്ഛന്റെ സമനില തെറ്റാതിരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. വസ്തുവിന്റെ പ്രമാണം എത്രയും പെട്ടെന്ന് വീണ്ടെടുത്തു കൊടുക്കുക. ആ ബാധ്യത മനോജിന് മാത്രമാണ്. എല്ലാത്തിനും വേണ്ടത് ലക്ഷക്കണക്കിന് പണമാ. എന്റെ കയ്യില് ചില്ലി പൈസയില്ല. ഇനി വല്ല വൃക്കയോ കരലോ വിൽക്കല്ലാതെ ഒരു പരിഹാര മാർഗത്തിനും ഞാൻ വിചാരിച്ചാൽ കഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.